നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഗണപതി ഭഗവാൻ ലംബോദരനാണ്. കഴിക്കുന്നതെല്ലാം ഉൾക്കൊള്ളുന്ന ഉദരമാണ് ഗണപതിയുടേത്. അനുഭവങ്ങളെ സ്വാംശീകരിച്ച് വളരുന്ന ആളായിരിക്കണം നേതാവ് എന്നിത് സൂചിപ്പിക്കുന്നു. ഗണേശൻ തൻ്റെ 4 തൃക്കൈകളിലായി അഭയമുദ്ര, വരദമുദ്ര, പാശം, അങ്കുശം എന്നിവ ധരിച്ചിരിക്കുന്നു. നേതാവ് അനുയായികൾക്ക് ആശ്രയം നൽകുന്ന ആളായിരിക്കണം. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ആളായിരിക്കണം. മറിച്ച് സ്വന്തം സുഖത്തിലും ഭോഗവിലാസങ്ങളിലും അധികാരോന്മാദത്തിലും കഴിയുന്നവനാകരുത്. തൻ്റെ കീഴിലുള്ളവരെ സ്നേഹപാശം കൊണ്ട് തന്നോട് ബന്ധിക്കണം. അവർ തെറ്റായ വഴിക്ക് പോകുകയാണെങ്കിൽ അങ്കുശം കൊണ്ട് ആനയെ എന്ന പോലെ അച്ചടക്ക നടപടികൾ കൊണ്ട് നിയന്ത്രിക്കണം. ഇവയാണ് മറ്റ് 2 കൈകളിലുമുള്ള പാശാങ്കുശങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗണപതി മോദകപ്രിയനും മൂഷികവാഹനനുമാണ്. മോദമരുളുന്ന, അതായത് ആനന്ദം പകരുന്ന മധുര പലഹാരമാണ് മോദകം. ഇതാണ് ഗണേശന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം. നേതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരായിരിക്കണമെന്ന സന്ദേശം മോദകത്തിലുണ്ട്. തുടർന്ന് ഗുരുവചനം കേൾക്കാം. സത്യം അസത്യത്തേക്കാൾ എത്രയോ മടങ്ങ് തൂക്കമുള്ളതാണ്. നന്മയും അപ്രകാരം തന്നെ. ഇവ രണ്ടുമുണ്ടെങ്കിൽ അവയുടെ വെറും തൂക്കം കൊണ്ടുതന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. ഇനി ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ത്വത്പാദാംബുജമർച്ചയാമി പരമം ത്വാം ചിന്തയാമ്യന്വഹം ത്വാമീശം ശരണം വ്രജാമി വചസാ ത്വാമേവ യാചേ വിഭോ വീക്ഷാമ്യേ ദിശ ചാക്ഷുഷീം സകരുണാം ദിവ്യൈശ്ചിരം പ്രാർത്ഥിതാം ശംഭോ ലോകഗുരു മദീയ മനസഃ സൗഖ്യോപദേശം കുരു. അടുത്തതായി ശങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സൂത്രാമൃതമാണ്. ശരീരം കൊണ്ടുള്ള പൂജ, മനസ്സുകൊണ്ടുള്ള ചിന്തനം, വാക്കുകൾ കൊണ്ടുള്ള പ്രാർത്ഥന എന്നിങ്ങനെയുള്ള 3 കരണങ്ങളാൽ അല്ലയോ ഭഗവാനെ നിന്നെ തന്നെ ഞാൻ ആരാധിക്കുന്നു. ദേവന്മാരാലും ദിവ്യന്മാരാലും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഭഗവാന്റെ കൃപാകടാക്ഷം എന്നിൽ ഉണ്ടാകണമേ എന്ന സ്തുതിയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ശ്രീ ശങ്കര കൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 29ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ
ഞാൻ സകല ഉപചാരങ്ങളും ചെയ്യാം, സകല പ്രാർത്ഥനകളും ചെയ്യാം, എൻ്റെ സകല കരണങ്ങളെക്കൊണ്ടും ഞാൻ ആരാധിക്കാം, പരമമായ സൗഖ്യോപദേശം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു ഈ ശ്ലോകം, ഒന്നുകൂടി ആലോചിക്കുകയാണ്. ത്വത്പാദാംബുജമർച്ചയാമി പരമം, നിൻ്റെ പരമമായ പാദാംബുജത്തെ, പാദാരവിന്ദത്തെ ഞാനിതാ അർച്ചിക്കുന്നു, പൂജിക്കുന്നു. ത്വാം ചിന്തയാമ്യന്വഹം, അന്വഹം എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ത്വാമീശം ശരണം വ്രജാമി, ഹേ ഈശ്വര, നിന്നെ തന്നെ ഞാൻ ശരണത്തെ പ്രാപിക്കുന്നു. വചസാ ത്വാമേവ യാചേ വിഭോ, വാക്കുകൊണ്ട് നിന്നോട് തന്നെ ഞാൻ യാചിക്കുന്നു, ഹേ വിഭോ. ഇവിടെ ശരീരം കൊണ്ടുള്ള പൂജ, മനസ്സുകൊണ്ടുള്ള ചിന്തനം, വാക്കുകൊണ്ടുള്ള പ്രാർത്ഥന, അപ്പോൾ 3 വിധ കരണങ്ങളെക്കൊണ്ടും ഹേ ഭഗവൻ, നിന്നെ തന്നെ ഞാനിത് ആരാധിക്കുന്നു, നിന്നെ തന്നെ ഞാനിത് ആശ്രയിക്കുന്നു, നിന്നെ തന്നെ ഞാനിതാ പൂജിക്കുന്നു. ഇതാണ് സകല കരണങ്ങളെക്കൊണ്ടുള്ള സകല വ്യാപാരങ്ങളും ഈശ്വരോന്മുഖമാക്കിയിരിക്കുന്നു, ഭിന്നമായിട്ടൊന്നില്ല. എന്നിട്ടുള്ള പ്രാർത്ഥനയാണ് വീക്ഷാം മേ ദിശ ചാക്ഷുഷീം സകരുണാം, കാരുണ്യപൂർണമായ സകരുണാം വീക്ഷാം മേ ദിശ, ഒരു നോട്ടത്തെ, എങ്ങനെയുള്ള നോട്ടത്തെ? ചാക്ഷുഷീം, ചക്ഷുസ് കൊണ്ടുള്ള, കണ്ണുകൊണ്ടുള്ള അവിടുത്തെ ഒരു നോട്ടം എന്നിലേക്ക് പതിപ്പിക്കണമേ. ഒറ്റ പ്രാവശ്യം ഒരൊറ്റ നോട്ടം എന്നിൽ പതിപ്പിക്കണമേ. അതെങ്ങനെയുള്ള സകരുണാം, കരുണയോടുകൂടിയ, കാരുണ്യഭാവത്തോടു കൂടിയൊരു നോട്ടത്തെ എന്നിൽ പതിപ്പിക്കണമേ. ആ ഭഗവാന്റെ നോട്ടം എങ്ങനെയുള്ളതാണ്? അതാണ് പറയുന്നത് ദിവ്യൈശ്ചിരം പ്രാർത്ഥിതാം, ദിവ്യന്മാരാൽ ചിരമായി എപ്പോഴും പ്രാർത്ഥിക്കപ്പെടുന്നതാണ്. ദിവ്യപുരുഷന്മാർ, ദേവന്മാർ, സകല ദേവന്മാരും അഥവാ ദിവ്യതയെ ഇച്ഛിക്കുന്ന സകല മഹർഷിമാരും എല്ലാവരും ചിരകാലമായി പ്രാർത്ഥിക്കുന്ന ആ നോട്ടത്തെ, ഭഗവത് ദർശനമാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അത് എന്നിലൊന്ന് നൽകണമേ എന്ന് പറയുക ചെയ്യുന്നത്. ശംഭോ, ഹേ സകല പ്രപഞ്ചത്തിനും സുഖത്തെ നൽകുന്നവനെ, ആനന്ദത്തെ നൽകുന്നവനെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശംഭോ ലോക ഗുരോ മദീയ മനസ സൗഖ്യോപദേശം കുരു, എൻ്റെ മനസ്സിനെ സൗഖ്യപ്പെടുത്തുന്ന ഉപദേശത്തെ അങ്ങ് നൽകിയാലും. ഇവിടെ സർവ്വദേവന്മാരാലും പ്രാർത്ഥിക്കപ്പെടുന്ന ചാക്ഷുഷീ വീക്ഷ എന്നിൽ പായിക്കണമേ, എന്നിൽ ഒന്ന് പതിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ആ നോട്ടം അഭയപ്രദമാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പറയുകയാണ്, സൗഖ്യപ്രദമായ ഉപദേശം നൽകണമേ. അവിടെ സൗഖ്യം എന്നുള്ളതിന് ആനന്ദമെന്നർത്ഥമെടുക്കാനേ തരമുള്ളൂ, അല്ലാതെ ഇന്ദ്രിയ വിഷയ സമ്പർക്കജനിതമായ എന്തെങ്കിലും സുഖമല്ല അവിടെ പ്രാർത്ഥിക്കുന്നത്. ആനന്ദമാണ്. അങ്ങനെ ആനന്ദപ്രദമായ ഉപദേശത്തെ അങ്ങ് നൽകണമേ. അവിടെ ആനന്ദപ്രദമായ ഉപദേശത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് സംബോധന ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ലോകഗുരു, ലോകത്തിന് മുഴുവൻ അവിടുന്ന് ഗുരുവാണല്ലോ, ഉപദേശം നൽകുന്നവനാണല്ലോ. ഗുരു അന്ധകാരത്തെ നീക്കുന്നവനാണ്. അജ്ഞാന അന്ധകാരത്തെ, അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ ആത്മബോധ ഉപദേശം കൊണ്ട് നീക്കുന്നവനാണ് ഗുരുനാഥൻ. ഇപ്പോൾ സർവ്വ ജഗത്തിനും ഗുരുനാഥനല്ലേ അങ്ങ്. നമ്മൾ ഗുരു സ്മരണം ചെയ്യുന്ന സമയത്ത് ശിവാദി ഗുരുഭ്യോ നമഃ, ശിവനിൽ ആരംഭിക്കുന്ന സകല ഗുരുക്കന്മാരെയുമാണ് നമ്മൾ നമിക്കുന്നത്. അതിനെ തന്നെ ഗുരുപരമ്പരാധ്യാനമൊക്കെ ചെയ്യുമ്പോൾ സദാശിവ സമാരംഭം എന്ന് നമ്മൾ സദാശിവനിൽ ആരംഭിക്കുന്ന ഗുരുപരമ്പരയെ കണ്ടിട്ടാണ് നമിക്കുന്നത്, ധ്യാനിക്കുന്നത്. അങ്ങനെയുള്ള പരമഗുരു സ പൂർവേഷാമപി ഗുരുഹു, പൂർവികന്മാർക്കും ഗുരുവായിരിക്കുന്നത് ഈശ്വരൻ തന്നെ. ഗുരുവും ഈശ്വരനും
അഭിന്നരാണ്. അതുകൊണ്ട് അങ്ങ് ജഗദ്ഗുരുവല്ലേ, ജഗദ്ഗുരുവായിരിക്കുന്ന അങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ. എന്താണ്? മദീയ മനസ്സ സൗഖ്യോപദേശം ഗുരു, എൻ്റെ മനസ്സിന് സൗഖ്യോപദേശം നൽകിയാലും. സുഖകരമായ സുഖപ്രദമായ ഉപദേശമാണ് സൗഖ്യോപദേശം. പരമമായ ആനന്ദത്തിലേക്ക് എന്നെ ഉയർത്തുന്ന ഉപദേശം. അത് ആത്മബ്രഹ്മൈക്യമാകുന്ന ഇനിയൊരു ആവശ്യകതയില്ലാത്ത പരമമായ തത്വസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ഉപദേശം. കാരണം മറ്റേതൊന്ന് ലഭിച്ചാലും പിന്നെയും പിന്നെയും നമ്മൾ അന്വേഷിക്കും. ഏത് സുഖം ലഭിച്ചാലും അതിനുപരിയുള്ള സുഖം എന്താണെന്ന് അന്വേഷിക്കും. എന്നാൽ തൻ്റെ പരിപൂർണത ബോധത്തിൽ പിന്നെ അതിനുപരി അന്വേഷണം പോകുന്നില്ല. അത് പരമമായ സുഖം, അതുതന്നെ മോക്ഷം, ആനന്ദം. ഈ ആനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്ന എല്ലാ പരിമിതികൾക്കും ഉപരി നമ്മെ എത്തിക്കുന്ന ഉപദേശം, അതിനെ ബ്രഹ്മോപദേശം എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ താരകോപദേശം എന്ന് പറഞ്ഞോളൂ. എന്ത് പറഞ്ഞാലും വിരോധമില്ല. പരമമായ ബ്രഹ്മോപദേശമാണ്. ബ്രഹ്മാത്മൈക്യബോധത്തിന് കാരണമാകുന്ന ഉപദേശം. അതുതന്നെ താരകോപദേശം, അതുതന്നെ പ്രണവോപദേശം. അപ്പോൾ പരമമായ തന്നിലെ സകല പരിമിതികളെയും ഇല്ലാതാക്കി തൻ്റെ അപരിമിതമായ ബോധത്തെ ഉണർത്തുന്ന ഉപദേശത്തെ തനിക്ക് നൽകിയാലും അങ്ങ് ജഗദ്ഗുരുവല്ലേ എന്ന് ജഗദ്ഗുരുവോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ രണ്ട് പ്രാർത്ഥനകളാണ്. ഒന്ന്, കാരുണ്യപൂർണമായൊരു നോട്ടം എന്നിൽ പതിപ്പിക്കണമേ. രണ്ട്, അനന്തരം പരമമായ ആനന്ദത്തിലേക്ക് നയിക്കുന്ന ഉപദേശം നൽകണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മുമ്പോ സർവകരണങ്ങളെക്കൊണ്ടും ഉപചാരം ചെയ്തു. ഇതാണ് 29ാമത്തെ ശ്ലോകം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാകേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ഈ പ്രപഞ്ചമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീയ ചൈതന്യത്തെ മനുഷ്യൻ്റെ ഉപാസനയ്ക്കായി മാനുഷികമായ തലത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്ന് മനുഷ്യനുമായി താതാത്മ്യം ചെയ്തുകൊണ്ടാണ് ഒരു വിഗ്രഹത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഗ്രഹങ്ങൾക്ക് എപ്പോഴും നമുക്ക് മാനുഷികമായി ചേർന്ന് നിൽക്കുന്ന രൂപം നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത്. ഇത്തരത്തിൽ താതാത്മ്യം വരുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രൂപരഹിതനും നിർഗുണനും നിശ്ചേതനുമായിട്ടുള്ള സർവ്വവ്യാപിയായ സർവരിലും അന്തര്യാമിയായിട്ടുള്ള ഈശ്വരനെ സാധാരണ ഒരു മനുഷ്യന് അവൻ്റെ ബോധതലത്തിൽ അവന് ചിന്തിക്കാൻ പറ്റുന്ന പാകത്തിൽ സങ്കല്പിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വിഗ്രഹമാകുന്ന ഉപാധിയിലേക്ക് ഒരു മനുഷ്യ ശരീരത്തിനോട് സാമ്യമായ തരത്തിൽ വളരെ സങ്കീർണമായ ക്രിയകളിലൂടെ നാഡീസന്ധാനം മുതലായ ക്രിയകളിലൂടെ ഈ വിഗ്രഹത്തിലേക്ക് തന്ത്രി ദേവൻ്റെ ചൈതന്യത്തെ എത്തിക്കുകയും ഈ ഇത്തരത്തിൽ കൈവന്ന ആ ചൈതന്യത്തെ ഒരു മനുഷ്യ സ്വരൂപത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തിത്വത്തോടു കൂടിയാണ് ഈ ദേവനെ അവിടെ ഒരു വിഗ്രഹത്തിലേക്ക് സമ്മേളിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സമ്മേളിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഗ്രഹത്തിന് അതിൻ്റേതായ വ്യക്തിത്വങ്ങളും സ്വഭാവങ്ങളും വൈശേഷികതകളും ഒക്കെ അവിടെ സങ്കല്പം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു സാധാരണ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ഭൗതികമായ തരത്തിലുള്ള ചില ചിന്താധാരകളും ചില പദ്ധതികളും അവിടെ വളരെ സവിശേഷമായി സാന്നിധ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഗ്രഹത്തിലേക്ക് സാന്നിധ്യം ചെയ്യുന്ന ഈശ്വരന് നമ്മൾ അവിടെ സങ്കല്പിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഓരോ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈശ്വരഭാവങ്ങളെയാണ് നമ്മൾ കാണാറുള്ളത്. നമ്മളിവിടെ ഓരോ ക്ഷേത്രത്തിലും ഉദാഹരണത്തിന് ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന കൃഷ്ണനെ അല്ല അമ്പലപ്പുഴയിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ തൃച്ചംബരത്തെ കൃഷ്ണൻ തികച്ചും വ്യത്യസ്തനാണ്. ഇതുപോലെ ഓരോ ക്ഷേത്രത്തിലേക്കും കേരളത്തിൽ 100,000 കൃഷ്ണക്ഷേത്രങ്ങളുണ്ടാകാം. ഈ ഓരോ കൃഷ്ണക്ഷേത്രത്തിലെയും സങ്കല്പങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും അവിടുത്തെ ആചാരക്രമങ്ങൾക്കും പരസ്പരം യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ ഐക്യരൂപം ഉണ്ടാവുമെങ്കിലും വളരെ വൈശേഷികമായ വ്യത്യസ്തമായ ആചാര
ക്രമങ്ങൾ ഓരോ ക്ഷേത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ശാസ്താവിൻ്റെ നിരവധിയായ ക്ഷേത്രങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്നാൽ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ വ്യത്യസ്തമായ ഒരു ആചാരക്രമം നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ പലതരത്തിലുള്ള ക്ഷേത്രങ്ങൾ പല സ്ഥലത്തും ഉണ്ടെങ്കിലും അവിടെ കാണുന്ന ആചാരക്രമങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ചോറ്റാനിക്കരയിലേക്ക് പോയി കഴിഞ്ഞാലും മൂകാംബികയിൽ പോയി കഴിഞ്ഞാലും കാണുന്നത് ഭഗവതീ ചൈതന്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ്. ഈ വ്യത്യസ്തമായ ഭാവങ്ങൾക്കനുസരിച്ച് ആചാരക്രമങ്ങൾ വ്യത്യസ്തപ്പെടുന്നുണ്ട്. അത് ഇവിടുത്തെ ഓരോ ക്ഷേത്രത്തിലത്തെയും ആചാരക്രമങ്ങളെ നിർണ്ണയിക്കുന്നത് ആ ക്ഷേത്രത്തിലുള്ള അല്ലെങ്കിൽ ആ പ്രതിഷ്ഠാവേളയിൽ തന്ത്രി കൽപ്പിച്ചിട്ടുള്ള ധ്യാനത്തിൻ്റെ ആ ദേവചൈതന്യത്തിൻ്റെ സ്വഭാവ വൈശേഷികതകൾക്കനുസരിച്ചാണ് ഓരോ ക്ഷേത്രത്തിലെയും ആചാരക്രമങ്ങൾ പിന്നീട് നിർണ്ണയിക്കപ്പെടുന്നുള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്ര ചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആശ്രിത വത്സലനും ഭക്തരക്ഷകനുമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹാശിസുകളും നൽകി വരുന്ന ഒരു ക്ഷേത്ര സങ്കേതമത്രേ പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കൃഷ്ണ അപരാധമെന്തു ചെയ്തു പാവമീത്തോഴൻ. ഭാരതീയ പുരാണങ്ങളിലെയും മഹാഭാരതത്തിലെയും മുഖ്യ കഥാപാത്രമായ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നത്രേ. ഭക്തിയുടെയും കാവ്യഭാവനയുടെയും പ്രണയസങ്കല്പത്തിൻ്റെയും സാക്ഷാത്കാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. മധുരയിൽ ജനിച്ച് അമ്പാടിയിൽ വളർന്ന ശ്രീകൃഷ്ണൻ ബാല്യകാല വിനോദങ്ങളിൽ പോലും ഈശ്വര ചൈതന്യം പ്രസരിപ്പിച്ചിരുന്നു. തൻ്റെ ശിശുപ്രായത്തിൽ തന്നെ വധിക്കാനെത്തിയവരെയും അവരെ അതിന് നിയോഗിച്ച കംസനെയും സ്വന്തം കൈകൊണ്ട് നിഗ്രഹിച്ച് മരണത്തിലും അവർക്ക് സായുജ്യം നൽകി. അറിയാത്ത മായകളിൽ അടിതെറ്റി വീഴും നേരം അവിടുന്നെൻ ഭഗവാനെ അടിയനെ കാത്തിടണേ. മായാബദ്ധമായ ലോകത്ത് മായക്കണ്ണനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. കർമ്മനിരതവും സജീവവുമായ ആ ജീവിതത്തിൽ ആദർശവും പ്രായോഗികതയും സമന്വയിക്കുന്നു. ഭാരത സംസ്കാരം അനുശാസിക്കുന്ന ആധ്യാത്മികതയും ഭൗതികമായ തലത്തിലുമെല്ലാം പൂർണ്ണനായ കൃഷ്ണനിൽ ഗുരുസങ്കല്പം പൂർണ്ണത നേടുന്നു എന്നാണ് വിശ്വാസം. ഗുരുപത്നി ചൊന്ന മൂലം വിറകിനു പോയ നേരം ഒരുമിച്ചു നീയും ഞാനും കരയിച്ചതാരേ. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം കുടികൊള്ളുന്നത്. പീരുമേട് ടൗണിൽ നിന്നും ഏതാണ്ട് 1/4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടിമലരിണ തന്നെ കൃഷ്ണ അടിമലരിണ തന്നെ. ഏതാണ്ട് 70 വർഷത്തെ പഴക്കം കൽപ്പിക്കപ്പെടുന്ന പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്ഭവ ചരിത്രം തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കൃഷ്ണ അടിയനുരവലംബം കൃഷ്ണ അടിമലരിണ തന്നെ. കൊല്ലവർഷം 1114 കുംഭം 13
തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരുതിരുനാൾ മഹാരാജാവ് ഈ ക്ഷേത്രം ഇവിടെ പണികഴിപ്പിച്ചു. കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം തത്തമ്പള്ളിയിൽ കാലഹരണപ്പെട്ട ദേവചൈതന്യത്തെ ആവാഹിച്ചാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിച്ചിരിക്കുന്നത്. മധുരയിൽ പണികഴിപ്പിച്ചു കൊണ്ടുവന്നതാണ് ഇവിടുത്തെ മൂലബിംബം എന്നാണ് കരുതപ്പെടുന്നത്. കൊല്ലവർഷം 1114 ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടുവെങ്കിലും 1122 വരെ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ കൃത്യമായി നടത്തിയിരുന്നില്ല. അങ്ങനെയിരിക്കെ കൊല്ലവർഷം 1122 ഇടവമാസം 26-ാം തീയതി മഹാരാജാവിന് കണ്ണൻ്റെ സ്വപ്നദർശനമുണ്ടാവുകയും ദർശനത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഈ ആവശ്യപ്പെടൽ ക്ഷേത്രത്തിലെ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അന്നു മുതൽ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ ആരംഭിക്കുകയും പ്രതിഷ്ഠാ ദിനവും ഉത്സവവും പ്രത്യേകമായി നടത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു. പടിഞ്ഞാറേക്ക് ദർശനമായാണ് ശ്രീകൃഷ്ണസ്വാമി പീരുമേട് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ദിവസേന 3 പൂജയും ശീവേലിയുമാണ് ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടത്തിവരുന്നത്. തൃക്കൈ വെണ്ണയുമായി നിൽക്കുന്ന ഭാവമാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയ്ക്ക്. മനയത്താറ്റില്ലത്തേക്കാണ് ഇവിടുത്തെ തന്ത്രാധികാരം. തൃക്കൈ വെണ്ണയാണ് പീരുമേട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. വിഘ്നേശ്വരമൂർത്തിയായ ഗണപതി ഭഗവാനാണ് പീരുമേട് ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠ. കുട്ടിക്കാനത്തെ രാജകൊട്ടാരം 1958 വിൽപ്പന നടത്തിയപ്പോൾ കൊട്ടാരത്തിലെ ദൈവമായിരുന്ന ഗണപതി ഭഗവാൻ മലയിറങ്ങുവാൻ വിമുഖത കാണിക്കുന്നതായി ദേവപ്രശ്നത്തിൽ തെളിയുകയുണ്ടായി. അതിനെ തുടർന്ന് കൊട്ടാരത്തിലെ ഗണപതി വിഗ്രഹത്തെ ഈ ക്ഷേത്രത്തിൽ ഉപദേവനായി കുടിയിരുത്തുകയാണ് ഉണ്ടായത്. മീനമാസത്തിലെ തിരുവോണ നാളിൽ കൊടിയേറി രോഹിണി നാളിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന 10 ദിവസത്തെ തിരുവുത്സവമാണ് പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം. തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള കാവടി ഘോഷയാത്ര ആരംഭിക്കുന്നത് ക്ഷേത്രത്തിന് അല്പം അകലെയായി സ്ഥിതി ചെയ്യുന്ന ശരവണപുരിയിൽ നിന്നുമാണ്. മാലയിട്ട് നോമ്പുനോറ്റ് ഭക്തന്മാർ ശരവണപുരിയിൽ നിന്നും കാവടിയുമേന്തി ശ്രീകൃഷ്ണ മന്ത്രധ്വനികളുമായി ഉറഞ്ഞു